വർഷം മുമ്പ് അല്ലെങ്കിൽ 10-20 വർഷം മുമ്പ് നമ്മുടെ സാധുക്കളായ പാവങ്ങളായ മിസ്കീന്മാരായ നമ്മുടെ ഉസ്താദ്മാർക്ക് അല്ലാഹു തോന്നിപ്പിച്ചു, ഇനി ഇങ്ങനെ പോയാൽ പോരാ, ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ മാത്രം പോരാ, ഇവിടെ ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും സമന്വയിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വേണം. ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ ഗൾഫിൽ വന്നതുകൊണ്ട് കിട്ടിയ പാഠമൊന്നുമല്ല, അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ ഗൾഫിലൊന്നും വന്നിട്ടില്ല, അങ്ങനെ നടന്നവരുമല്ല. അതുപോലെയുള്ള സാധുക്കളായ പണ്ഡിതന്മാർക്ക് അള്ളാഹു തോന്നിപ്പിച്ചു. അതാ മുമ്പ് തന്നെ കടമേരിയിൽ ആ പരീക്ഷണം നടത്തി ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാർ. പിന്നീട് അതിന്റെ വികസിത രൂപം ദാറുൽ ഹുദയിൽ നടപ്പിലാക്കി. ഇന്ന് ലോകത്ത് അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുന്ന ദാറുൽ ഹുദയോളം അതിന്റെ ഒരു അയലത്ത് വന്ന് നിൽക്കാൻ ഇവിടെ നവോത്ഥാനം വാദിക്കുന്നവർക്ക്, അവകാശപ്പെടുന്നവർക്ക് സാധ്യമായിട്ടില്ലെന്ന് അവർ തന്നെ കുമ്പസരിക്കുന്ന കാലഘട്ടമാണിത്. അടുത്തിടെ ഒരാൾ എഴുതി, ഞങ്ങളെ കുട്ടികൾ അവിടെ ചേർക്കാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും വഴി? ലോകത്ത് നടന്ന സുന്നത്ത് ജമാഅത്തിന്റെ കുത്തക അവകാശപ്പെട്ട് കിട്ടാവുന്ന പണം മുഴുവനും കോരി സിയോണിസ്റ്റുകളെ കിട്ടുന്ന പണം വാങ്ങി ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച് പള്ളി വേണ്ടാത്തയിടത്ത് പള്ളി ഉണ്ടാക്കി, മദ്രസ വേണ്ടാത്തയിടത്ത് മദ്രസ ഉണ്ടാക്കി, ഭിന്നിപ്പിച്ച് നടക്കുന്ന ഇവന്മാർക്ക് നിങ്ങളെ ഓശാന പാടുന്ന ചില സ്വപ്ന രോഗികളെ ഉണ്ടാക്കാനല്ലാതെ ഈ സമുദായത്തിന് ആവശ്യമായത് ചെയ്യാൻ എന്തിന് കഴിഞ്ഞു? നിങ്ങൾക്ക് എന്ത് സാധിച്ചു? ഞങ്ങളുടെ ഉസ്താദുമാർക്ക് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തോന്നിപ്പിച്ചതാണ്. അതാണ് ആവശ്യമായത്, അള്ളാഹു തോന്നിപ്പിക്കുക. അതാണ് തൗഫീഖ് എന്ന് പറയുന്നത്. ഇന്ന് അതിന്റെയും വികസിത രൂപം അതാ വാഫിയായും മറ്റുമൊക്കെ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനിത് ആരെയും വിമർശിക്കാൻ പറഞ്ഞതല്ല, ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണിത്. ഞാൻ വിശ്വസിക്കുന്നതേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാത്തത് ഞാൻ പറയില്ല. ഈ വിധത്തിൽ സമസ്ത അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തുടരുന്നതിന്റെ ഇടയിലാണ് ശരീഅത്ത് വിവാദം വന്നു. ശരീഅത്ത് വിവാദം വന്നപ്പോൾ, അഥവാ ഇന്ത്യയിലെ ശരീഅത്ത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇതും കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ശരീഅത്ത് വിവാദം വന്നപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ശുപാർശ വരികയാണ്. ഏക സിവിൽ കോടതിയെ സംബന്ധിച്ച് ഗവൺമെന്റ് ചിന്തിക്കണമെന്ന്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ രാഷ്ട്രീയക്കാർ അത് എടുത്തു പിടിച്ചു. സംഭവം സുദീർഘമാണ്, വിശദമായി ഞാൻ പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ അത് പറ്റില്ല. മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഇന്ന് നിലനിൽപ്പിലുള്ള പരിമിതമായ ചില അംഗീകാരങ്ങൾ നമുക്കുണ്ട്. അതിനെ നിലനിർത്തുക തന്നെ വേണം, മാറ്റം വരുത്താൻ പറ്റില്ല. ഇത് ആദ്യം നമ്മെ ബോധിപ്പിക്കണം, നമ്മുടെ ഉമ്മത്തിനെ ബോധിപ്പിക്കണം. ഇവിടെയാണ് മുസ്ലിങ്ങൾ ഉള്ളതെന്ന് ഗവൺമെന്റിനെ ബോധിപ്പിക്കണം. ഇങ്ങനെ ഒരു സാഹചര്യം വന്ന സന്ദർഭത്തിൽ പലരും പല കോണുകളിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിനെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ, ഈ സന്ദർഭത്തിൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വെറും ഒരു സ്റ്റേറ്റ് ആണ്. അങ്ങ് വിലക്കെടുക്കുന്ന ഇസ്ലാമിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. എന്നാൽ ഇന്ത്യ ഒട്ടുക്കുമുള്ള മുസ്ലിങ്ങളെ ഇതിന്റെ പേരിൽ ബോധവൽക്കരിക്കുവാനും അവരൊക്കെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും വേണ്ടി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദവിയായിരുന്നു അതിന്റെ പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സെറ്റ്, ബഹുമാനപ്പെട്ട ബനാത്ത് വാല, സെഡാർ അൻസാരി കോൺഗ്രസിന്റെ, തുടങ്ങി ഷഹാബുദ്ദീൻ MP ജനതാദളിന്റെ, ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു പ്രസ്ഥാനം. അതിന് വേണ്ടി എന്താണ് പറയുന്നത്? ഇന്ന് നിലവിലുള്ള ഈ നമ്മുടെ സിവിൽ കോഡ് നിലനിർത്തണം, അതിൽ കൈകടത്തരുത് എന്ന്. ഇത് ലോകത്തിന് ഗവൺമെന്റിന് പറയുന്നതോടൊപ്പം നമ്മുടെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തണം. ഇതിനു വേണ്ടി വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ അവർ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലുള്ള ജനങ്ങളുടെ പിന്തുണ ആർജിക്കുവാനും കേരളത്തിലുള്ള ജനങ്ങളും ഇതാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്തുവാനും അവർ കേരളത്തിൽ വരുന്നു. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ആധികാരിക മതസംഘടന എന്ന് നമുക്കെല്ലാവർക്കും
ഭിന്നിച്ചിട്ടുമില്ലാത്ത, അക്കാലഘട്ടത്തിൽ ഭിന്നിച്ചിട്ടുമില്ല ആ സംഘടന പുറംതിരിഞ്ഞു നിൽക്കുകയാണോ വേണ്ടത്? ഒരൽപ്പം നിഷ്പക്ഷതയോടുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. കൂടുതൽ ബുദ്ധിയൊന്നും അതിന് വേണ്ട. ഞാൻ മനസ്സിലാക്കുന്നു അന്ന് സമസ്തയുടെ മേൽ ഫർദ് ഐനാണ് അതിന് പിന്തുണ കൊടുക്കൽ. ശരീഅത്ത് നിലനിന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. ഈ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് ഒരു നിയമം ഇന്ത്യയിൽ വന്നാൽ പ്രശ്നങ്ങൾ പലതുണ്ടാവും. നിയമമായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ജീവിതത്തിന്റെ നിയമം എന്തായി മാറും? ഈ ഘട്ടത്തിൽ അവരിവിടെ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പലതും മറന്നുകൊണ്ട് അതിന് പിന്തുണ കൊടുത്തു. അത് അദ്ദേഹത്തിന് മേൽ അന്ന് നിർബന്ധമായിരുന്നു. അത് അദ്ദേഹം ആ ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു. നമ്മൾ സമസ്തയെ പറയുമ്പോൾ ശംസുൽ ഉലമയെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ പറയും. കാരണം 40 വർഷം അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് കുറെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ടവർ അതിന് പിന്തുണ കൊടുത്തു. ആ പിന്തുണ കൊടുത്തു. പല യോഗങ്ങളിലും ഇവർ പ്രസംഗിച്ചു. ഇതോടുകൂടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇത് വസ്തുതയാണ്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ജനറൽ സെക്രട്ടറിയുടെ സുന്നിസം ചോർന്നു പോയി, മുജാഹിദീങ്ങളുടെ കൂടെ ഇരുന്നു പോയി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഇത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന വിഷയമാണ്. അതിലെല്ലാവരും ഉണ്ട്. അത് സമസ്തയുടെ നിയമാവലിയിൽ എഴുതി ചേർത്തിട്ടുള്ളതുമാണ്. ഏതൊരു ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്ന അവസ്ഥയാണ്. ഒരു പാമ്പ് കടിക്കാൻ വരുമ്പോ, ഒരു പാമ്പ് മനുഷ്യന്മാരെ ആക്രമിക്കാൻ വരുമ്പോ ആ പാമ്പിനെ കൊല്ലാൻ പോകുന്നവൻ ഈ മുജാഹിദ് എന്നാ ഈ വെട്ടണ്ടെന്ന് അറിയോ? അവര് ഈ അടിക്കണ്ട അറിയോ? ഒരു സുന്നി വരട്ടെ എന്നിട്ട് കിട്ടിയ മതി എന്ന് പറയും. ആദ്യം പാമ്പിനെ കൊല്ലുക, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക. ഇനി പാമ്പിനെ കബറടക്കുമ്പോ തെൽക്കും ചലനമാക്കിയപ്പോ പിന്നെ ആലോചിക്കുക. അപ്പൊ അതല്ലേ ചെയ്യേണ്ടത്? അതവിടെ നിർവഹിച്ചു. ഇതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നാട് നീളെ നടന്ന് ഈ മഹാനായ ചരിത്രത്തിൽ ആ കാലഘട്ടത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് സേവനങ്ങൾ ഈ ഉമ്മത്തിന് ചെയ്ത ആ മഹാപണ്ഡിതനെ സമുദായ മധ്യത്തിൽ ധിക്കരിക്കാൻ തുടങ്ങി. മഹാന്മാരായ ഉസ്താദ്മാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവസാനം ഒരു മുഷാവറ കൂടി. ആ മുഷാവറയിൽ ആരോ എഴുതുന്ന ഈ വിഷയം ചോദിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുന ശ്വാസം മുട്ടുള്ള സന്ദർഭമാണ്. ഒരു കൈയിൽ വടിയും മറ്റേ കൈ ഇങ്ങനെ മേശയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വളരെ വിഷമിച്ചു നിന്നുകൊണ്ട് അരമണിക്കൂർ നേരം നിന്ന് അതിന്നിട്ട് വിശദീകരിച്ചു കൊടുത്തു അതിന്റെ സാഹചര്യം. ആദ്യം തന്നെ നമുക്ക് അങ്ങനെ ചോദിച്ചെങ്കിലല്ലേ പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അന്ന് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന, പിന്നീട് ഈ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളായിരുന്നു അധ്യക്ഷൻ. ആ അധ്യക്ഷതയിൽ ഈ യോഗം ഈ സംഗതി വിശദീകരിച്ചു. സമസ്ത മുഷാവറ ശരിവെച്ചു. ശരീഅത്ത് വിവാദ വിഷയത്തിൽ ജനറൽ സെക്രട്ടറി എടുത്ത